ഓരോ റമളാനും കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ റമളാൻ കഴിഞ്ഞു പോയി, ഈ വർഷത്തേതും കഴിഞ്ഞ് അടുത്ത വർഷം ഇതേപോലെ റമളാൻ വരും, നമ്മുടെ ജീവിതത്തിൽ എന്തില്ല, ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാവരുത്. ഓരോ റമളാൻ കഴിയുമ്പോഴേക്ക് ആ റമളാൻ എങ്ങനെ ഞാൻ വരവേൽക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു പ്ലാനിങ് ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്നതാണ്. സഹാബികളടക്കം മുൻഗാമികളായ ആളുകൾ കൊല്ലത്തെ രണ്ടായി പകുക്കാറുണ്ടായിരുന്നു, ഒരു വർഷത്തെ രണ്ടായി പകുക്കും. അപ്പൊ ആദ്യത്തെ പാതിയിൽ അവരെന്ത് ചെയ്യുന്നറിയോ, അവർ പറയും അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, റമളാനിനെ എത്തിച്ചു തരണമേ, റമളാൻ വരാൻ, റമളാനിനെ കണ്ടുമുട്ടാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന. റമളാൻ കഴിഞ്ഞാലോ റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോൻ എന്ത് ചെയ്യണം, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ എന്നുള്ള പ്രാർത്ഥന. എന്ന് വെച്ചാൽ ഒരു ആണ്ടിലെ 12 മാസവും ഇവരുടെ ചിന്ത ഏതിനെ കുറിച്ചായിരുന്നു, റമളാനിനെ കുറിച്ചായിരുന്നു. നമുക്കുണ്ട് അങ്ങനെ കുറെ ചിന്തകൾ, പക്ഷെ റമളാനിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല, വേറെ ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഓരോ വർഷവും നമ്മുടെ മനസ്സിൽ വരുന്ന പ്ലാനും ചിന്തയും ഒക്കെ. അങ്ങനെയാവരുത്.